ഹായ് ഹലോ നമസ്കാരം. പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അയർലൻഡിലെ താമസരേഖയായ IRP കാർഡുകൾ പുതുക്കാനായിട്ട് ഇതുവരെ നമ്മൾ ഫോളോ ചെയ്തിരുന്ന ആ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി നവംബർ മാസം 4-ാം തീയതി മുതൽ IRP കാർഡ് റിന്യൂവലിനായിട്ട് നമ്മൾ ഓഫീസുകളൊന്നും കയറി ഇറങ്ങേണ്ട സംവിധാനം ഓൺലൈനിലേക്ക് മാറിയ സാഹചര്യത്തിൽ നവംബർ 4 മുതൽ ആരംഭിച്ച ഓൺലൈൻ റിന്യൂവലിനായിട്ട് അപേക്ഷ സമർപ്പിച്ച ധാരാളം പേർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ IRP കാർഡുകൾ പുതുക്കി നൽകുന്നതിൽ കാലതാമസം നേരിടുന്നു. സാഹചര്യത്തിൽ ക്രിസ്മസിനും മറ്റുമുള്ള നമ്മുടെ യാത്രകൾ മുടങ്ങാതിരിക്കാനായിട്ട് ഇമിഗ്രേഷൻ സർവീസ് ഡെലിവറി താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാർഡ് പുതുക്കി കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ സംവിധാനം ഉപയോഗിച്ച് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മുടെ ചാനലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നിലവിലെ സാഹചര്യത്തിൽ IRP കാർഡ് റിന്യൂവലിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നമ്മൾ പൂർത്തിയാക്കിയാലും പുതുക്കിയ കാർഡുകൾ നമ്മുടെ വീട്ടിലെത്താനായിട്ട് വീണ്ടും 2 ആഴ്ച കൂടി സമയമെടുക്കുമെന്നാണ്. ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് ഇമിഗ്രേഷന്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് ലിങ്കും ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് നോക്കി കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ നിയമപരമായി താമസിക്കുന്ന നോൺ EEA പൗരന്മാർക്ക് ക്രിസ്മസ് കാലയളവിൽ മറ്റുമുള്ള യാത്ര തടസ്സപ്പെടാതിരിക്കാനായിട്ട് മിനിസ്റ്റർ ഇങ്ങനെ ഒരു ട്രാവൽ കൺഫർമേഷൻ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മുടെ IRP കാർഡ് എക്സ്പയർ ആകുന്നതിന് മുമ്പ് തന്നെ അത് റിന്യൂവലിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർക്ക് ഡിസംബർ 2 മുതൽ 2025 ജനുവരി 31 വരെ ഈ ട്രാവൽ കൺഫർമേഷൻ നോട്ടീസ് ഉപയോഗിച്ച് യാതൊരു തടസ്സവും കൂടാതെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. ഈ ട്രാവൽ കൺഫർമേഷൻ നോട്ടീസ് ഡൗൺലോഡ് ചെയ്യേണ്ടവർക്ക് ഇവിടെ കാണാം ഡൗൺലോഡ് ആൻഡ് പ്രിന്റ് ദിസ് നോട്ടീസ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഈ ട്രാവൽ കൺഫർമേഷൻ നോട്ടീസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ എക്സ്പയർ ആയിട്ടുള്ള IRP കാർഡ് പ്രൂഫ് ഓഫ് റിന്യൂവൽ ആപ്ലിക്കേഷൻ അപേക്ഷയുടെ തീയതി വ്യക്തമാക്കുന്ന ഇമെയിൽ കൺഫർമേഷനാണ് നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കേണ്ടത്. ഈ ഡോക്യുമെന്റ്സ് എല്ലാമാണ് ഇമിഗ്രേഷൻ അധികാരികളും അതുപോലെ എയർലൈൻസ് അധികാരികളൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ ട്രാവൽ കൺഫർമേഷൻ നോട്ടീസ് സംബന്ധിച്ച അറിയിപ്പ് വിമാന കമ്പനികൾക്കും ഫോറിൻ മിഷനും ഒക്കെ അവർ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും അയർലൻഡിലേക്ക് മടങ്ങാനായിട്ട് മറ്റു രാജ്യത്തൂടെ യാത്ര ചെയ്യേണ്ടി വന്നാൽ മറ്റുള്ള ഇമിഗ്രേഷൻ ആവശ്യകതകൾ ആവശ്യപ്പെടുന്നത് അവരുടെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണെന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ട്രാവൽ കൺഫർമേഷൻ നോട്ടീസ് ഉപയോഗിച്ച് എക്സ്പയർ ആയിട്ടുള്ള IRP കാർഡുമായിട്ട് യാത്ര ചെയ്യുന്നവർ തിരിച്ച് ജനുവരി 31 റീഎൻറ്റർ ആകാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ജനുവരി 31 വരെ മാത്രമാണ് ഈ ട്രാവൽ കൺഫർമേഷൻ നോട്ടീസിന് സാധ്യതയുള്ളൂ. ഈ അറേഞ്ച്മെന്റിനെ സംബന്ധിച്ച കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു അറ്റാച്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാവൽ കൺഫർമേഷൻ നോട്ടീസ് സംബന്ധിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്കും പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ.